വീട്ടിൽ ഇത്ര ലേറ്റ് ആയ കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അടുത്ത തവണ കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് വരണേ. അതാകുമ്പോ കുറച്ച് നേരം ഇവിടെ എക്സ്ട്രാ നിക്കാലോ. അല്ല, നമ്മുടെ വീട്ടിലേ കുറച്ചു നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് പറഞ്ഞാ എന്താ നിനക്ക് ഇഷ്ടല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാ ശരി, എല്ലാരും കാണാം. ലച്ചു ചേച്ചി പോയിട്ട് വാ. യേശു പോയിട്ട് മക്കളെ, പാറു, ആന്റി, അമ്മമ്മേ, എല്ലാ നന്മയുണ്ടാവും. അനിയനെ ഇറങ്ങാട്ടോ. കേശുടാ, ആ റോഡ് വരെ കൊണ്ടിട്. കൊണ്ടേ ആക്കടാ, നിന്റെ ഫ്രണ്ട് അല്ലേ. എന്നാ പിന്നെ ഹരിത അലീന പോകുന്നുണ്ടോ? ഞാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞ കേശു. ഇല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോർമാലിറ്റിക്ക് ചോദിച്ചല്ലേ ചേച്ചി. എന്നാ പിന്നെ മെർലിൻ വാ, നമുക്ക് പോവാം. മെർലിനോ? ആരാ മെർലിൻ? അലീനയുടെ കസിൻ. അലീനയുടെ കസിനാ? അല്ലല്ല, മെർലിൻ ചേച്ചിയുടെ കസിനല്ലേ ഈ നിൽക്കുന്ന അലീന ചേച്ചി? രണ്ടും ഒന്നല്ലേ കൊച്ച? രണ്ടും ഒന്നാ? മെർലിൻ ചേച്ചി വഴിയല്ലേ അലീന ചേച്ചി ഇവിടെ വന്നത്? ആര് പറഞ്ഞേ? ഞാനല്ലേ ആദ്യം വന്നേ. അയ്യോ, മറന്നുപോയി. പാറുവിന് ഈടായിട്ട് മറവി കുറച്ച് കൂടുന്നുണ്ട്. ഹരിത പോവാ. ഹരിത വാ ഹരിത വാ, പോവാ. നല്ല ഐശ്വര്യമുള്ള കുട്ടി, കണ്ടാലറിയാം കുടുംബത്തിൽ പിറന്നാന്ന്. അപ്പൊ പിന്നെ നമ്മളൊന്നും കുടുംബത്തെ അല്ലായിരിക്കുമല്ലേ പിറന്നത്? നമ്മൾ വല്ല കാട്ടിലോ മേടിലാണോ പിറന്നത്? സോറി ഇപ്പൊ കുടുംബത്തിൽ പിറന്നതെന്നും തറവാട്ടിൽ പിറന്നതെന്നും പറയാൻ പാടില്ലല്ലോ. കറക്റ്റ്. അമ്മു പഠിച്ച്. കനകം ബാ. ഞാനും പോറേ. ഞാനും വരുന്നാൻറ്റി. വാ പോള. ഇവിടെ തന്നെ നിക്കണോ? അകത്തേക്ക് വന്നില്ലേ? അല്ല ചേച്ചി പോ, ഞാൻ വരാം. രണ്ടുപേരും ആ ഗേറ്റിന് അവിടെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ആക്ച്വലി അവര് തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അല്ല, അങ്ങനെയല്ല, ഇന്നെ ഗുഡ് വേ ആട്ടോ പറഞ്ഞത്. ലൈക്ക് ആ കുട്ടിക്കും എന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കേശുവിനും കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് കൃഷിജീവികൾ. അകത്തേക്ക് പോരെ കേട്ടോ. ആ ഈ കാറ്റും പ്രകൃതിയും എന്ത് ഭംഗിയാലേ കാണാൻ. ഹരിതോ, താന് ഈ എഴുത്തും വായനയൊക്കെ ഉണ്ട്? ചെറുതായിട്ട്. എനിക്ക് സ്റ്റേജിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു ചെറുകഥയ്ക്ക്. വീക്കിലിയിൽ വന്നിട്ടുണ്ടാന്ന് കണ്ടിട്ടില്ല? വീക്കിലൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ലല്ലോ. ചിലപ്പം വായിച്ചു കാണും കേട്ടെ. പേരെന്തുവായിരുന്നു അതിന്റെ? കാറ്റ് പറഞ്ഞ കഥ. കാറ്റ് പറഞ്ഞ കഥ. കാറ്റ് പറഞ്ഞ കഥ. ആഹാ, നല്ല നല്ല ഫീലുള്ളൊരു പേര്. വെരി പോയിട്ട്. യേശു, അലീന, ഞങ്ങള് ഇങ്ങനെ ഇവിടെ ഈ കവിത ഹരിത എഴുതും. ഹരിത കവിത എഴുതും. ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഹരിത? ഹരിതയ്ക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ സെക്കൻഡ് പ്രൈസ് കിട്ടി ഈ സ്റ്റേറ്റ് ലെവലിലെ കവിത എഴുതലിന്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ഹരിത, ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സംഭവം അവളിപ്പോഴും ഇങ്ങനെ തന്നെ. നമുക്കൊക്കെ നമ്മൾ ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ആൾക്കാരാണല്ലോ. ഉദാഹരണത്തിന് പുഴ, മരങ്ങൾ, പൂവനങ്ങൾ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയണേ. അവര് പൂന്തോട്ടം, മരം, കുരുവി, അരുവി, ആ സെറ്റപ്പ്. ഈ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, തന്നെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. എങ്ങനെ ഹരിത, ഈ ചെറുതിലേ മുതലേ നമ്മളായാലും ഈ ബിസിനസിന്റെ കാര്യം, ആ കാര്യം, ഈ കാര്യം, പൈസ തട്ടിപ്പ്, ഇൻകം ടാക്സ് എങ്ങനെ വെട്ടിക്കാം, അത് ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് സ്റ്റിഫായി പോവും. ഈ പൈസയുടെ കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ. അങ്ങനെ കല്ലാകാൻ പോയതിനെ ഇപ്പൊ മാറി. കേശുവിനെ അറിയാം. കേശുവിനെ അതെങ്ങനെ അറിയാം? കേശുവിന് അതെങ്ങനെ അറിയാം? കാരണം ഇപ്പം അലീനയുടെ തലയിലോട്ട് കുറച്ച് കിളിയൊക്കെ പറഞ്ഞുണ്ട്. തലേ കിളി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച ഞാൻ കിളിയല്ല. നമ്മൾ ഈ മനസ്സിലേക്ക് കിളികൾ
മരങ്ങൾ, വൃക്ഷങ്ങൾ, പ്രകൃതി സൗന്ദര്യം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുക എന്ന് പറയില്ലേ, അതേപോലെ അലീനയുടെ ഉള്ളിലേക്ക് പ്രകൃതി സൗന്ദര്യം ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്ക് എന്ത് പറ്റി? എന്താ പോലെ കേശു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നതോ, അത് ഇപ്പം ഹരിത സംഭവേ, അതായത് അലീനയുടെ മനസ്സ് ശൂന്യമാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ ശുദ്ധം, നിഷ്കളങ്കരമായ മനസ്സ്. അപ്പോൾ ആ മനസ്സിലോട്ട് വേണം നമ്മൾ ഈ പ്രകൃതി സൗന്ദര്യവും ഈ കിളികളുടെ കളകളരവും ഒക്കെ ഇങ്ങനെ അത് തന്നെ പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കണേ. തിരിഞ്ഞു നോക്കണോ? തിരിഞ്ഞു നോക്കാൻ, തിരിഞ്ഞു നോക്കിട്ട് ഇവിടെ എന്ത് വിധീത് വല്ലാത്ത ചതിയത് പുറത്തെന്റെ പിന്നീന്നൊരടിയത്. നീ എപ്പോ ഒന്ന്? ഞാൻ രാവിലെ വന്നു. ഓ, ഇതാരാ? ഇതാരാന്ന് നിന്നോട് ചോദിക്കണ, ഇതാരാന്ന്? എന്ത് വിധീത് എടാ, പുറത്തെന്റെ പിന്നീന്നൊരടിയത്. കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ്. കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.